നാട്ടിലെ ഏതൊരു പ്രശ്നത്തിനും ഏതൊരു പരിപാടിക്കും എന്തിനും ഏതിനും നമുക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അല്ലേ. അപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. തെരുവുനായ ശല്യം എത്രത്തോളം രൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ആരംഭിച്ച ABC പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം. ഈ ABC പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. 2016 നിരവധി കുടുംബശ്രീ പ്രവർത്തകരെ പരിശീലനം നൽകി ABC പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ചത്. സർക്കാർ നൽകുന്ന തുച്ഛമായ തുകയ്ക്ക് പുറമെ ഇവർ ലോൺ എടുത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴാണ് ABC പദ്ധതി നടപ്പിലാക്കാൻ ഒപ്പമുണ്ടായിരുന്ന കുടുംബശ്രീ പ്രവർത്തകരും ചർച്ചയാകുന്നത്. 2016 പദ്ധതി തുടങ്ങാൻ കുടുംബശ്രീ പ്രവർത്തകരെയും സർക്കാർ ഉൾപ്പെടുത്തി. അവർക്ക് വേണ്ട പരിശീലനങ്ങളും നൽകി. തിരുവനന്തപുരം ജില്ലയിൽ 8 യൂണിറ്റുകളാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 2021 ABC പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് കാര്യക്ഷമതയില്ലെന്ന് കാട്ടി പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് തരുന്നതാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി സർക്കാർ ഏത് കാര്യമാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഞങ്ങൾക്ക് ട്രെയിനിങ് എങ്ങനെ തന്നിട്ടുണ്ടോ അതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുകയും ഞങ്ങൾ അവർക്ക് വേണ്ടതായി ഞങ്ങൾ തെരുവുനായികളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനുള്ള ബോധവൽക്കരണ ക്ലാസ് നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്തുകൊണ്ട് വന്നത്. നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട, വർക്കല, ആറ്റിങ്ങൽ തുടങ്ങി വിവിധ യൂണിറ്റുകളിലായി 150ഓളം പ്രവർത്തകർ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഒരു തെരുവുനായിയെ പിടിച്ച് വന്ധ്യകരണം നടത്തുന്നതിന് 2100 രൂപയാണ് സർക്കാർ നൽകിയിരുന്നത്. ഡോക്ടറുടെ ഫീസ്, സർജറിക്ക് ആവശ്യമായ സാധനങ്ങൾ, മരുന്ന്, ഭക്ഷണം, നായ്ക്കളെ പിടിക്കുന്നതിനും തിരിച്ചുവിടുന്നതിന്റെയും ചെലവ്, ജീവനക്കാരുടെ ശമ്പളം എല്ലാം ഈ 2100 നിന്നാണ് കണ്ടെത്തേണ്ടത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ യൂണിറ്റിന് 50,000 രൂപയായിരുന്നു ആദ്യം സർക്കാർ നൽകിയിരുന്നത്. ഈ തുക ഉപയോഗിച്ചായിരുന്നു തെരുവ് നായ്ക്കളെ പിടിക്കുന്ന വല, പാർപ്പിക്കാനുള്ള കൂട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. പിടികൂടുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ യൂണിറ്റുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ പരസ്പര സഹായത്തോടുകൂടി 3 മുതൽ 4 ലക്ഷം രൂപ വരെ വായ്പകൾ എടുത്ത് കൂടുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും മെച്ചപ്പെടുത്തി. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് 2021 പദ്ധതിയിൽ നിന്ന് കുടുംബശ്രീ പ്രവർത്തകരെ ഒഴിവാക്കുന്നത്. ABC പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് കാര്യക്ഷമതയില്ലെന്ന് കാട്ടിയായിരുന്നു നടപടി. അപ്പോൾ ഇത് സർക്കാർ ഞങ്ങളെ ഒന്നുകൂടെ, കാരണം ഞങ്ങൾ ഈ 150 ആൾക്കാരുണ്ട്. ഈ യൂണിറ്റുകളിലുള്ള എല്ലാ ആൾക്കാരെയും തിരിച്ച് ഞങ്ങളിപ്പോൾ ഊട്ടി ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്, ഇങ്ങനെയുള്ള 2 ട്രെയിനിങ് കഴിഞ്ഞവരും ഇതിൻ്റെ അകത്തുണ്ട്. അവരെ തിരിച്ചെടുത്തിട്ട് ഞങ്ങൾ ഒന്നുകൂടെ നല്ല രീതിയിൽ ഈ ABC കൊണ്ടുവന്ന് നിലവിൽ കൊണ്ടുവരണം, തെരുവുനായ ശല്യം കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അപേക്ഷയും അഭ്യർത്ഥനയും ഉള്ളത്. പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഈ കുടുംബശ്രീ പ്രവർത്തകരുടെ അവസ്ഥ ദയനീയമായിരിക്കുകയാണ്. ലഭ്യമായിരുന്ന തുക ഇല്ലാതായതും പദ്ധതിക്ക് വേണ്ടി എടുത്ത ലോൺ ബാക്കിയായതും ഇവരെ വലിയ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. 2022 ഈ പ്രവർത്തകർ അനിമൽ ബോർഡിന്റെ പ്രത്യേക പരിശീലനവും സംസ്ഥാന സർക്കാരിന്റെ പരിശീലനവും നേടി. ABC പദ്ധതിയിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഉചിതമായ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ. തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കുടുംബശ്രീയുടെ ഈ പദ്ധതി പഠിച്ചു മനസ്സിലാക്കി സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. അരുൺ മോഹൻ, News 18, നെയ്യാറ്റിൻകര.